പ്രൈസ് ലോർഡ്. തബിതാസ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വേമ്പരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. 72-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യം. ഹി വിൽ റെസ്ക്യൂ ദ പുവർ വെൻ ദേ ക്രൈ ടു ഹിം. ഹി വിൽ ഹെൽപ്പ് ദ ഒപ്രസ്ഡ് ഹു ഹാവ് നോ വൺ ടു ഡിഫെൻഡ് ദം. അതിൻ്റെ മലയാളം നാം വായിക്കുമ്പോൾ, അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ നാം എവിടെയെല്ലാമാണോ നിലവിളിക്കുന്നത്, എവിടെയെല്ലാമാണോ സഹായമില്ലാതെ, ആരും സഹായിപ്പാനില്ലാതെ അല്ലെങ്കിൽ ആരും ആശ്രയിപ്പാനില്ലാതെ ദുഃഖത്തിലും ദുരിതത്തിലുമായിരിക്കുന്നത്, ആ വിഷയം നാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മെ വിടുവിക്കും. അതിൻ്റെ 13-ാം വാക്യം നാം നോക്കുമ്പോൾ, എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും, ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അപ്പോൾ നമ്മുടെ കർത്താവ് എളിയവനെ ആദരിക്കുന്നവനാണ്, ദരിദ്രനെയും ആദരിക്കുന്നവനാണ്. നാം പലപ്പോഴും പലരുടെ മുൻപിലും ആദരവ് കിട്ടാതെ അല്ലെങ്കിൽ ഒരു അംഗീകാരം ലഭിക്കാതെ മാറി നിൽക്കേണ്ട സാഹചര്യം വന്നെന്നിരിക്കും. പക്ഷെ നമ്മുടെ കർത്താവ് നമ്മെ ആദരിക്കുന്നവനാണ്. നമ്മുടെ ജീവനെ അവൻ രക്ഷിക്കും. ഏതൊരു ആപത്ഘട്ടം വന്നാലും നമ്മുടെ ജീവനെ ദരിദ്രനെന്നോ ധനവാനെന്നോ ഒരു മുഖപക്ഷമില്ലാത്ത വണ്ണം നമ്മെ വിടുവിക്കുകയും, നാം സഹായമില്ലാതെ ദുഃഖിക്കുന്ന വിഷയങ്ങളുടെ മധ്യേ, ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മധ്യേ നമുക്കായിട്ട് ഇറങ്ങി വന്ന് കരം പിടിച്ച് നമ്മെ വഴി നടത്തി ഉറപ്പോടുകൂടി ഇരിക്കുവാനുള്ള ആ ഒരു ആത്മബലം, ആത്മധൈര്യവും നമുക്ക് പകരുന്നവനാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. ആയതുകൊണ്ട് ഉറപ്പോടും ധൈര്യത്തോടെ ആയിരിക്കാം. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. അതേ പ്രിയരെ, നാമും ആയിരിക്കുന്ന മേഖലയിലൊക്കെ നമുക്ക് ദൈവത്തെ നോക്കി പ്രത്യാശയോടുകൂടി ജീവിക്കാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.